റഷ്യയെ മാർപ്പാപ്പ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണം. യുദ്ധഭീതിയിൽ പ്രസക്തമാകുന്ന വിഷയം. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഏതാനും മെത്രാന്മാരടക്കമുള്ളവർ ഈ അഭ്യർത്ഥന നടത്തിയത്. അത് സംഭവിക്കുമോ? ഇങ്ങനെ ഒരു ആവശ്യം അവരുടെ ഭാവനയല്ല, നിറവേറ്റാൻ അല്പം ബാക്കി നിൽക്കുന്ന ഒരു നിർദ്ദേശം. പരിശുദ്ധ കന്യകാമറിയം ആദ്യമായി 1917 ഫാത്തിമയിലെ സിസ്റ്റർ ലൂസിയയ്ക്ക് നൽകിയ ദർശനത്തിലൂടെ ആവശ്യപ്പെട്ട കാര്യം. ഇത്തരം കാര്യങ്ങൾ തിരുസഭയുടെ പ്രഖ്യാപിത വിശ്വാസ സത്യങ്ങളുടെ ഭാഗമല്ല. അതിനാൽ നിർബന്ധപൂർവമായ അനുസരണവും ഇക്കാര്യത്തിൽ തിരുസഭ തീരുമാനിക്കാറുമില്ല. എങ്കിലും റഷ്യയെ സംബന്ധിച്ച കന്യകാമറിയത്തിന്റെ നിർദ്ദേശം സാഹചര്യങ്ങളാൽ സാധൂകരിക്കപ്പെട്ട കാര്യമായി മാറി. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണമായിരുന്നു ലോകം കണ്ട ആ പരമയാഥാർത്ഥ്യം. സോവിയറ്റ് യൂണിയൻ രൂപം കൊള്ളുന്നതിന് 5 വർഷം മുമ്പാണ് പരിശുദ്ധ അമ്മയുടെ ആദ്യ നിർദ്ദേശമുണ്ടായത്. റഷ്യയിൽ ഒക്ടോബർ വിപ്ലവവും കമ്മ്യൂണിസ്റ്റ് ആരോഹണവും നടക്കുന്നതിന് മുമ്പ് 1917 സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം അവിടെ തുടക്കമിടാനിരുന്ന കമ്മ്യൂണിസ്റ്റ് വാഴ്ചയും കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ നേതൃത്വത്തിൽ ഉണ്ടാകാനിരുന്ന സോവിയറ്റ് സാമ്രാജ്യവും സർവാധിപത്യ വാഴ്ചയും ലോകത്തെ ആണവ യുദ്ധ ഭീതിയിലാക്കുമെന്ന് അന്ന് മാതാവല്ലാതെ ആര് ദർശിക്കാൻ? ആ ദുരന്തം ഒഴിവാക്കാനാണ് റഷ്യയുടെ സമർപ്പണം നിർദ്ദേശിക്കപ്പെട്ടത്. കെന്നഡി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് 1962 അമേരിക്ക ഇറ്റലിയിലും തുർക്കിയിലും മിസൈലുകൾ വിന്യസിച്ചു. പകരം സോവിയറ്റ് യൂണിയൻ ക്യൂബയിലും. കെന്നഡി ക്രുദ്ധനായി. റഷ്യൻ പ്രധാനമന്ത്രി ക്രൂഷ്ചേവും അതേ നാണയത്തിൽ ആക്രമണ സജ്ജത പ്രഖ്യാപിച്ചു. ഈ സംഘർഷത്തിൽ 4 ദിവസം ലോകം ആണവ യുദ്ധ ഭീതിയിലാണ്ടു. കെന്നഡിയുടെ സന്ദേശം ഗ്രഹിച്ച് മാർപ്പാപ്പ വിശുദ്ധ ജോൺ 23 സ്വയം നിയന്ത്രിക്കാനും സംയമനം പാലിക്കുവാനും 2 രാജ്യങ്ങളോടും പരസ്യമായി നടത്തിയ ആഹ്വാനം റഷ്യയിലെ പ്രവദ് അടക്കം ലോകമാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു. അത് നേതാക്കളെ അത്ഭുതകരമായി സ്വാധീനിച്ചു. പ്രത്യേകിച്ച് ക്രൂഷ്ചേവിനെ. ക്യൂബയിൽ നിന്നും മിസൈൽ പിൻവലിക്കാൻ 2 ദിവസത്തിനകം ക്രൂഷ്ചേവ് ഉത്തരവിട്ടു. സത്യത്തിൽ കാലുവെച്ച കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അപമാനകരമാകാത്ത ഒരു വഴി ക്രൂഷ്ചേവിന് നൽകുകയായിരുന്നു പാപ്പ. അഥവാ അങ്ങനെയൊരു വഴിയായി പാപ്പയുടെ വാക്കുകളെ ക്രൂഷ്ചേവ് കാണുകയായിരുന്നു. വീണ്ടും ഭീഷണി ഉയരുമെന്നും ആണവായുദ്ധത്താൽ ലോകം നശിക്കുമെന്നും അറിയുന്ന അമ്മ അതിന് കണ്ട പരിഹാരമാണ് സോവിയറ്റ് യൂണിയന്റെ അഴിഞ്ഞുപോക്ക്. സോവിയറ്റ് യൂണിയന്റെ മാറ്റത്തിന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ നിരന്തരം ദർശനങ്ങളിലൂടെ നിർദ്ദേശിച്ചപ്പോഴൊന്നും അത് സംഭവിക്കുമെന്ന് ഏറെ പേരും കരുതിയില്ല. സോവിയറ്റ് യൂണിയന്റെ പേര് എടുത്തു പറയാതെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1984 ലോകത്തെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചത്. അതുമുതൽ പലതവണ സോവിയറ്റ് യൂണിയൻ തകർച്ചകൾ നേരിട്ടു. സെവറോമോർസ്ക് നേവൽ ബേസിലെ സ്ഫോടനവും മിസൈൽ ആയുധ ശേഖരത്തിന്റെ നാശവും, സൈബീരിയയിലെ ആയുധശേഖര സ്ഫോടനം, ചെർണോബിൽ ആണവ നിലയ ദുരന്തം, ഒടുവിൽ 1988 സോവിയറ്റ് മിസൈലുകൾക്ക് റോക്കറ്റ് നിർമ്മിക്കുന്ന ഫാക്ടറി അടച്ചുപൂട്ടിച്ച സ്ഫോടനവും, എല്ലാത്തിൻ്റെയും അന്ത്യത്തിൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടാനുള്ള സമാധാനപരമായ തീരുമാനം. പക്ഷേ അപ്പോഴും ഒരു നിർദ്ദേശം ബാക്കി നിന്നു. റഷ്യയെ പേര് പറഞ്ഞ് വിമല ഹൃദയത്തിന് സമർപ്പിക്കണമെന്ന നിർദ്ദേശം. അതുവരെ നടത്തിയ സമർപ്പണങ്ങളെ സ്വർഗം സ്വീകരിച്ചതിന്റെ തെളിവായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം. എങ്കിലും എല്ലാം തീർന്നിട്ടില്ലെന്നും റഷ്യയെ പേര് പറഞ്ഞ് സമർപ്പിക്കേണ്ടത് ഇനിയും ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണോ ഇപ്പോഴത്തെ സംഘർഷം? വീണ്ടും റഷ്യ നിമിത്തം തന്നെ സംഘർഷവും യുദ്ധഭീതിയും ഉണ്ടാകുമ്പോൾ സംശയം സ്വാഭാവികം. സോവിയറ്റ് യൂണിയന് കഴിയുമായിരുന്നത് പോലെ തന്നെ ലോകത്തെ ആണവ യുദ്ധഭീതിയിൽ ഞെരുക്കാനോ യുദ്ധത്തിലേക്ക് തള്ളിവിടാനോ റഷ്യക്ക് കഴിയും. ആ സംഹാര ശക്തിയെ തള്ളിക്കളയാൻ ആഗോള സമൂഹത്തിന് സാധ്യമല്ല. ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്താൽ റഷ്യയുടെ മാറ്റം യാഥാർത്ഥ്യമാക്കാനുള്ള വഴി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഫലപ്രാപ്തിയെ പറ്റി വിശ്വാസികൾ സംശയിക്കുമെന്ന് തോന്നുന്നില്ല.
സോവിയറ്റ് യൂണിയന്റെ അനുഭവം തെളിവായി മുന്നിലുണ്ട്. ബന്ധപ്പെട്ടവരെ ആ അനുഭവം വഴി നയിക്കുമായിരിക്കാം. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന യുക്രൈനും പരിശുദ്ധ അമ്മയുടെ ഇടപെടലും പ്രത്യാശയുടെ വകകൾ തന്നെ. ഇനി ആയാലും ലോകത്തിന് ഭീഷണിയുണ്ടായാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നത് വലിയ പ്രത്യാശ തന്നെ.